കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന മൂന്ന് സംസ്ഥാനങ്ങളുണ്ട്. അതിൽ 2 സംസ്ഥാനങ്ങൾ, അതിൽ തമിഴ്നാടും അതിൻ്റെ കൂടെ പോണ്ടിച്ചേരി അതിൻ്റെ കൂടെയുള്ള ഒരു സംസ്ഥാനം എന്നല്ല, ബംഗാളും. ആസാമിൽ BJP ഭരിക്കുകയായിരുന്നു. അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടി എന്നത് ശരിയാണ്. ആസാമിലെ കാര്യം വേറെയാണ്. ബംഗാളിലും വേറെ നമ്മൾ ചർച്ച ചെയ്യണം. ബംഗാളിൽ 90 ലക്ഷം വോട്ടാണ് ഇല്ലാതായത് SIR ഉപയോഗിച്ച്. 90 ലക്ഷം വോട്ട്, ഒരു 6 കോടി 7 കോടിയുള്ള വോട്ടർമാരിൽ 90 ലക്ഷം വോട്ട് ഇല്ലാതായാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്ന ഫലം എന്ന് നമുക്കറിയാം. അത് SIR അതുപോലെയുള്ള എല്ലാ തന്ത്രങ്ങളും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് അവിടെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന് തന്നെ ഞാൻ പറയും. അത് നമുക്ക് വേറെ പരിശോധിക്കാം. തമിഴ്നാട്ടിലേക്ക് വന്നാൽ കാര്യങ്ങൾ കുറെ കൂടി വ്യത്യസ്തമാണ്. തമിഴക രാഷ്ട്രീയത്തിൽ ഒരു പുതിയ താരോദയം ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ആക്സിസ് മൈ ഇന്ത്യ വളരെ കൃത്യമായി ഇത് പ്രവചിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ആക്സിസ് പറഞ്ഞ പോലെ തന്നെയാണ് കേരളത്തിലും റിസൾട്ട് വന്നത് എന്ന് നമുക്കറിയാം. ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞൊരു സംഗതിയുണ്ട്. തമിഴ്നാട്ടിൽ ഗവൺമെന്റിനെതിരായ വികാരമുണ്ട്. ആ വികാരം ഉപയോഗപ്പെടുത്താൻ ഏറ്റവും ശേഷിയുള്ളയാൾ വിജയാണ്, TVK ആണ് എന്നാണ് അവർ പറഞ്ഞത്. ഞാനൊന്നും അടക്കം ആരും വിശ്വസിച്ചിട്ടില്ല. TVKക്ക് അത്ര വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കില്ല. കാരണം ഒരു സിനിമാ നടൻ പെട്ടെന്ന് തന്റെ ഫാൻസ് അസോസിയേഷൻ വെച്ച് ഇങ്ങനെ ജയിക്കാൻ കഴിയും? പണ്ട് MGR ഒക്കെ ജയിച്ചിട്ടുണ്ട്. പക്ഷെ MGR ജയലളിതയൊക്കെ ജയിച്ചത് അവിടെ ശക്തമായൊരു ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അടിത്തറയുണ്ട്. ദ്രാവിഡ മുന്നേറ്റ കഴകം, അതിൽ നിന്ന് വിട്ടുപോയ ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം, അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പിളർപ്പിന്റെ അതുപോലെ അടിത്തറയിലാണ് പോയതെങ്കിൽ TVK ഇത് രണ്ടുമല്ല. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എതിരായി ഒരു ഒരു പീപ്പിൾസ് പാർട്ടി എന്ന അർത്ഥത്തിലാണ് അവർ വന്നത്. ആം ആദ്മി പാർട്ടി ഒക്കെ വളർന്നു വന്നതുപോലെയുള്ള ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇപ്പൊ മെർസിൽ പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വിജയുടെ. അതൊക്കെ ഏതാണ്ട് ഈ രാഷ്ട്രീയം ഉന്നയിക്കുന്നതാണ്. അത് അവിടെ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്തതിന് ഒരു കാരണം, ഒരു പക്ഷേ കേരളത്തിലേതുപോലെ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിരിക്കാം. നമുക്ക് അവിടെ ക്ലോസ് ആയിട്ട് അറിയില്ല. ഭരണത്തിനെതിരായ വികാരം ഉണ്ടായിരിക്കാം, കുടുംബവാഴ്ചയ്ക്കെതിരായ വികാരം ഉണ്ടായിരിക്കാം. അതൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആ അർത്ഥത്തിൽ അവിടെ വലിയ തോതിലുള്ള ആ വികാരം ഉപയോഗപ്പെടുത്താൻ TVK കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ കണക്കാക്കുന്നവർക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്ത് കിട്ടിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടികളുമായി ഒരു സഖ്യമുണ്ടാക്കാതെ അവർക്ക് കേവല ഭൂരിപക്ഷം വരാൻ പറ്റില്ല. അവിടെ BJPക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് നമുക്കറിയില്ല. DMK സഖ്യത്തിന് കുറെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് 2ാം സ്ഥാനത്ത് DMK മുന്നണിയാണ്. എങ്കിൽ പോലും BJP വിജയിനെ ഉപയോഗപ്പെടുത്തുമോ? BJP വിജയുമായി സഖ്യമുണ്ടാക്കി NDAയുടെ ഭാഗമാക്കി വിജയനെ കൊണ്ടുവരുമോ? നമുക്ക് പറയാൻ പറ്റില്ല. BJPക്ക് അത്ര രാഷ്ട്രീയമുള്ളൂ. അതിലേറ്റവും ഞെട്ടിക്കുന്ന കാര്യം സ്റ്റാലിൻ പരാജയപ്പെട്ടു എന്നതാണ്. മുഖ്യമന്ത്രി സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മകനും വളരെ പിന്നിലാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അവിടെയും നിരവധി ചോദ്യങ്ങൾ നേരിടാൻ DMK തയ്യാറാവേണ്ടി വരും. കാരണം ഇന്ത്യ മുന്നണി എന്ന ശക്തമായ മുന്നണി ഉണ്ടാക്കി എടപ്പാടി പളനിസ്വാമിയിൽ നിന്ന് വിട്ടുപോകുന്ന പനീർശെൽവത്തെ കൂടെ കൂട്ടി, വിജയകാന്തിനെ കൂടെ കൂട്ടി, ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളെയും ഒന്നിച്ചു നിർത്തി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സ്റ്റാലിന് കഴിഞ്ഞില്ല എങ്കിൽ സ്റ്റാലിന്റെ തട്ടകങ്ങളിൽ വലിയ തോതിൽ വിജയ് കടന്നു കയറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് വരുംകാല തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരും. അത് ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ജയിച്ചു. തോറ്റു എന്ന് പറയാൻ പറ്റില്ല. കാരണം 50,000 വോട്ട് കിട്ടുന്ന സ്ഥലത്ത് 10,000 വോട്ടിനോ 15,000 വോട്ടിനോ ജയിച്ചാൽ അതൊരു വലിയ ജയമൊന്നുമല്ല. എങ്കിൽ പോലും വിറച്ചിട്ടാണെങ്കിലും ജയിച്ചു. തമിഴ്നാട്ടിൽ അതിന് പോലും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ തമിഴക രാഷ്ട്രീയം മറ്റൊരു രീതിയിലേക്ക് തിരിയുകയാണ്. അവിടെ മറ്റ് നടന്മാരൊക്കെ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. കമലഹാസൻ ശ്രമിച്ചു, രജനീകാന്ത് പിന്നെ കടന്നില്ല, വിജയകാന്ത് ശ്രമിച്ചു. ഇതെല്ലാം ശ്രമിച്ചിട്ടും കടന്നു കയറാൻ പറ്റാത്ത സ്ഥലത്ത് വിജയ് ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ അടിയന്തരമായി അന്വേഷിച്ച് അത് വിലയിരുത്തി മുന്നോട്ട് പോകാൻ ഇന്ത്യ മുന്നണി തയ്യാറാവണം. ഇല്ലെങ്കിൽ വീണ്ടും ഇന്ത്യ മുന്നണിക്ക് അവിടെ പുറകോട്ടടിയാണ് ഉണ്ടാവുക.